എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഷെയർ ചെയ്യുന്നത് നല്ല ക്രീമി ആയിട്ടുള്ള ഒരു പാൽപ്പായസത്തിൻ്റെ റെസിപ്പിയാണ്. എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. 4 പേർക്ക് സെർവ് ചെയ്യാൻ പാകത്തിനുള്ള പായസമാണ് തയ്യാറാക്കുന്നത്. ഇതിലേക്ക് 1/2 കപ്പ് നന്നായി കഴുകി വൃത്തിയാക്കി ഒരു അരമണിക്കൂർ കുതിർത്തി വെച്ചിട്ടുള്ള കൈമ റൈസ് എടുക്കാം, അല്ലെങ്കിൽ ബിരിയാണി അരി എടുക്കാം. കുറച്ച് മണമുള്ള അരി നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇനി ഇതിലേക്ക് 1/4 കപ്പ് നുറുക്കലരി എടുക്കാം. നുറുക്കലരിയും നന്നായിട്ട് കഴുകി വൃത്തിയാക്കി കുതിർത്തി വെച്ചതാണ്. ഇനി ഇതിലേക്ക് 1/2 ലിറ്റർ പാൽ ഒഴിച്ചു കൊടുക്കാം. പാലിലേക്ക് ആവശ്യമായി 1 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കണം. 1/4 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ ഏലക്കയും പഞ്ചസാരയും കൂടി പൊടിച്ച് മിക്സും ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ ഒരു 1/4 ടീസ്പൂൺ ഏലക്ക മാത്രം പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇത് വേവിച്ചെടുക്കണം. ആദ്യം ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കണം. പാല് നന്നായി തിളച്ച് കഴിഞ്ഞാൽ ഒരു ചെറിയ ഫ്ലെയിമിലേക്ക് വെച്ച് കൊടുത്തതിന് ശേഷം നന്നായി ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം. വെള്ളവും പാലും വറ്റി വന്നാൽ കുറച്ച് വെള്ളവും പാലും എക്സ്ട്രാ ചേർത്ത് കൊടുത്ത് അരി നല്ല പോലെ വേവുന്നത് വരെ വേവിച്ച് കൊടുക്കണം. ഏകദേശം ഒരു 20 മിനിറ്റൊക്കെ എടുക്കും ചെറിയ തീയിൽ വെച്ചത് വേവിച്ചെടുക്കാൻ. അരിയിൽ പാല് ചേർത്ത് വേവിക്കുന്നത് കൊണ്ട് അത് നല്ല സോഫ്റ്റായി വരാൻ ഹെൽപ്പ് ചെയ്യും. ചെറിയ തീയിൽ വെച്ച് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്ത് അടിയിൽ പിടിക്കാതെ നല്ലപോലെ വേവിച്ചെടുക്കണം. ഒരുപാട് കട്ടിയായി എടുക്കുന്നതിനെക്കാട്ടിലും കുറച്ച് ലൂസായി എടുക്കുന്നതാണ് നല്ലത്, കാരണം ചൂടാറും തോറും ഇത് കട്ടിയായി വരാൻ സാധ്യതയുണ്ട്. ഇനി ഇതിലേക്ക് 1/4 കപ്പ് മിൽക്ക് മെയ്ഡ് അല്ലെങ്കിൽ കണ്ടൻസ് മിൽക്കും കൂടി ചേർത്ത് കൊടുക്കാം. നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. ഒരു ടീസ്പൂൺ നെയ്യ് മെൽറ്റ് ചെയ്ത് അതിലേക്ക് 10 കാഷ്യൂനട്ടും 10 കിസ്മിസും ചേർത്തൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്ത് ചൂടാക്കി ചൂടോടെ വിളമ്പാം. കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് കൊണ്ട് എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നത് നല്ല രുചിയുള്ളതായിട്ടുള്ള ഒരു പായസമാണിത്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ കമൻസിൽ അറിയിക്കുക. വീഡിയോസൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെയും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള നല്ല വീഡിയോസായിട്ട് കാണാം. അതുവരേക്കും താങ്ക് യു.